ധനികരാകാൻ ഈ 4 വഴികൾ ചിട്ടയോടെ പിന്തുടരാം. ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന കാര്യമാണ് സമ്പന്നരാകുക എന്നത്. എന്നാൽ സമ്പത്ത് നേടുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. വരുമാനം എങ്ങനെ വിദഗ്ധമായും പ്രയോജനകരമായും വിനിയോഗിക്കാം എന്നറിഞ്ഞില്ലെങ്കിൽ സമ്പത്ത് നേടുക എളുപ്പമല്ല. വരുമാനത്തിനനുസൃതമായി വേണം ചെലവ് നടത്താൻ. അതോടൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. വരുമാനവും പണവും കൈകാര്യം ചെയ്യാൻ യഥാർത്ഥ ധനശേഷി എത്രയെന്ന് കൃത്യമായി അറിയണം. നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരുന്നത് എന്തോ അതാണ് ആസ്തി. ക്രെഡിറ്റ് കാർഡിന്റെ കൃത്രിമമായ താൽക്കാലിക സുരക്ഷിതത്വത്തിൽ ഡിസ്കൗണ്ട് ഓഫറുകളുടെ പുറകെ പോവുകയും അനാവശ്യമായി ചെലവഴിക്കുകയും ചെയ്ത് രക്ഷപ്പെടാനാവാത്ത വിധത്തിലുള്ള സാമ്പത്തിക കുരുക്കിൽ പെടുന്നത് ഒഴിവാക്കുന്നതാണ് യഥാർത്ഥ ധന മാനേജ്മെന്റ്. ധനം എത്ര നേരത്തെ സമ്പാദിക്കാൻ തുടങ്ങുന്നുവോ അത്രയും നല്ലത്. ആവശ്യത്തിന് മാത്രം ചെലവഴിക്കുക. ലൈഫ് സ്റ്റൈലിന് വേണ്ടി വരുമാനത്തിന്റെ 20% മാത്രം ചെലവാക്കുക. ബാക്കി 80% ദൈനംദിന ചെലവുകൾ, സമ്പാദ്യം, നിക്ഷേപം എന്നിവയ്ക്കായി വേർതിരിക്കുക. ചെറിയ തുകയുടെ ചെലവുകൾ ഒരിക്കലും ചെലവല്ലെന്ന് കരുതരുത്. പല തുള്ളിയാണ് പെരുവെള്ളമാകുന്നത്. അതിനാൽ നല്ലപോലെ ആലോചിച്ചു മാത്രം ചെലവ് ചെയ്യുക. കൈ നിറയെ പണമായ ശേഷം സമ്പാദ്യം തുടങ്ങാമെന്ന രീതി വേണ്ട. ഉള്ളതിൽ നിന്നും മിച്ചം പിടിച്ച് സമ്പാദ്യം തുടങ്ങുന്നവർക്ക് ജീവിതത്തിൽ വിജയം നേടാൻ കഴിയും. അതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക.